നമസ്കാരം. മിഡിൽ ഈസ്റ്റ് ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ. കുവൈറ്റിൽ നബിദിനം പ്രമാണിച്ച് സർക്കാർ സ്വകാര്യ സ്ഥാപനങ്ങൾക്ക് അവധി പ്രഖ്യാപിച്ചു. അവധി ഓഗസ്റ്റ് 27 വ്യാഴാഴ്ച വരെ. തീരുമാനം മന്ത്രിസഭാ യോഗത്തിൽ. കൊളംബിയയിലെ ഭൂചലനത്തിൽ മരണസംഖ്യ ഉയരുന്നു. 600ഓളം പേർക്ക് പരിക്ക്. കെട്ടിടാവശിഷ്ടങ്ങൾക്കിടയിൽ കുടുങ്ങിയവരെ രക്ഷിക്കാൻ തീവ്രശ്രമം. തുടർചലനങ്ങൾ ഉണ്ടായേക്കുമെന്ന് മുന്നറിയിപ്പ്. മെസ്സിയെ കേരളത്തിൽ കൊണ്ടുവരുമെന്ന് പറഞ്ഞ് നടത്തിയത് കോടികളുടെ തട്ടിപ്പെന്ന കായിക വകുപ്പിന്റെ അന്വേഷണ റിപ്പോർട്ട്. മുൻ കായിക മന്ത്രി വി അബ്ദുറഹ്മാൻ പ്രതിക്കൂട്ടിൽ. സ്പോൺസർക്ക് വേണ്ടി വഴിവിട്ട നടപടിക്രമങ്ങൾ നടത്തിയെന്നും കണ്ടെത്തൽ. റിപ്പോർട്ട് മുഖ്യമന്ത്രിക്ക് കൈമാറി. ഒരു ചില്ലിക്കാശ് പോലും സർക്കാരിന് നഷ്ടമുണ്ടായിട്ടില്ലെന്ന് വി അബ്ദുറഹ്മാൻ. മുട്ടിൽ മരമുറി കേസിൽ അഗസ്റ്റിൻ സഹോദരന്മാർക്ക് വാറണ്ട്. നടപടി ചോറ്റാനിക്കര മജിസ്ട്രേറ്റ് കോടതിയുടേത്. പാർലമെന്റ് ഇന്നും സ്തംഭിച്ചു. ഡൽഹി സമരത്തിലെ പോലീസ് നടപടിയിൽ അമിത്ഷാ സംസാരിക്കാമെന്ന നിർദ്ദേശം പ്രതിപക്ഷം തള്ളി. അയോധ്യ കൊള്ള കൂടി ചർച്ച ചെയ്യണമെന്ന ആവശ്യം. അവസരത്തിനൊത്ത വിഷയങ്ങൾ മാറ്റി പ്രതിപക്ഷം സഭാ നടപടികൾ തടസ്സപ്പെടുത്തുന്നുവെന്ന് ഭരണപക്ഷം. അമിത്ഷാ ഇന്നും സഭയിലെത്തിയില്ല. ബഹളത്തിനിടെ സഹകരണ ബില്ലും സംസ്ഥാനത്തിന്റെ പേര് കേരളമെന്നാക്കുന്ന ബില്ലും ലോക്സഭ പാസാക്കി. PSC റാങ്ക് ലിസ്റ്റ് ക്രമക്കേടിൽ വിവരാവകാശ കമ്മീഷന്റെ ഉത്തരവിന് ഹൈക്കോടതി സ്റ്റേ. 1 മാസത്തേക്ക് സ്റ്റേ ചെയ്തത് ആസൂത്രണ ബോർഡ് പരീക്ഷയിലെ 1ഉം 2ഉം റാങ്കുകാരുടെ വിശദാംശങ്ങൾ 3ആം റാങ്കുകാരന് നൽകണമെന്ന ഉത്തരവ്. 37 ദിവസത്തെ സമരം പിൻവലിച്ച് LPST റാങ്ക് ഹോൾഡേഴ്സ്. തീരുമാനം വിദ്യാഭ്യാസ മന്ത്രിയുമായി നടത്തിയ ചർച്ചയെ തുടർന്ന്. കുവൈറ്റിൽ നബിദിനം പ്രമാണിച്ച് സർക്കാർ സ്വകാര്യ സ്ഥാപനങ്ങൾക്ക് അവധി പ്രഖ്യാപിച്ചു. ഓഗസ്റ്റ് 27 വ്യാഴാഴ്ചയാണ് അവധി. മന്ത്രിസഭാ യോഗത്തിലാണ് ഇത് സംബന്ധിച്ച് തീരുമാനമെടുത്തത്. ക്യാൻസർ രോഗബാധിതരായ കുട്ടികൾക്കും അവരുടെ കുടുംബാംഗങ്ങൾക്കും വിനോദവും പ്രത്യാശയും പകർന്ന് ദുബായിൽ പ്രത്യേക സന്ദർശനം സംഘടിപ്പിച്ചു. ദുബായ് സമ്മർ സർപ്രൈസസിന്റെ ഭാഗമായി ദുബായ് വേൾഡ് ട്രേഡ് സെന്ററിൽ ഒരുക്കിയിരിക്കുന്ന മേഖലയിലെ ഏറ്റവും വലിയ ഇൻഡോർ വിനോദ കേന്ദ്രമായ മൊഡേഷ് വേൾഡിലേക്കാണ് ഈ പ്രത്യേക യാത്ര നടത്തിയത്. ദുബായ് ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഇക്കോണമി ആൻഡ് ടൂറിസത്തിന്റെയും മോഡേഷ് വേൾഡിന്റെയും സഹകരണത്തോടെ ഫ്രണ്ട്സ് ഓഫ് ക്യാൻസർ പേഷ്യൻസ് FOCP ആണ് പരിപാടി സംഘടിപ്പിച്ചത്. കുട്ടികളുടെ പ്രിയപ്പെട്ട കഥാപാത്രമായ മോഡേഷിന്റെ പേരിലുള്ള മോഡേഷ് വേൾഡിൽ 170ലധികം റൈഡുകളും ഗെയിമുകളും സയൻസ് വർക്ക്ഷോപ്പുകളും ലൈവ് ഷോകളുമാണ് ഒരുക്കിയിരുന്നത്. ഇവിടെ എത്തിയ കുട്ടികൾക്കും കുടുംബങ്ങൾക്കും വിവിധ റൈഡുകളും വിനോദ പരിപാടികളും ആസ്വദിക്കാൻ പ്രത്യേക അവസരമൊരുങ്ങി. ചികിത്സയുടെ നീണ്ട യാത്രയിൽ സാമ്പത്തിക പിന്തുണ നൽകുന്നതിൽ മാത്രം തങ്ങളുടെ പ്രവർത്തനം ഒതുങ്ങുന്നില്ലെന്ന് ഫ്രണ്ട്സ് ഓഫ് ക്യാൻസർ പേഷ്യൻസ് അധികൃതർ വ്യക്തമാക്കി. മറക്കാനാവാത്ത സന്തോഷ നിമിഷങ്ങൾ സമ്മാനിച്ച മോഡേഷ് വേൾഡ് സന്ദർശനം ചികിത്സയുടെ വേദനകൾക്കിടയിലും ക്യാൻസർ രോഗികൾക്കും കുടുംബങ്ങൾക്കും പ്രത്യാശയുടെ നിമിഷങ്ങളായി മാറി. ഇത്തരം സംരംഭങ്ങൾ അവരുടെ ജീവിത നിലവാരം ഉയർത്തുന്നതിനും മാനസിക സന്തോഷം പകരുന്നതിനും ഏറെ പ്രധാനമാണെന്ന് സംഘടനാ ഭാരവാഹികൾ അറിയിച്ചു. അമൃത ന്യൂസ്, ദുബായ്. വേനൽക്കാലത്തെ വാഹന സുരക്ഷ ഉറപ്പാക്കുന്നതിന്റെ ഭാഗമായി വാഹനങ്ങളുടെ നിശ്ചിത ഇടവേളകളിലുള്ള പരിശോധനയും അറ്റകുറ്റപ്പണികളും കൃത്യസമയത്ത് പൂർത്തിയാക്കണമെന്ന് അബുദാബി മൊബിലിറ്റി മുന്നറിയിപ്പ് നൽകി. രാജ്യത്ത് നടന്നുവരുന്ന സമ്മർ വിത്തൌട്ട് ആക്സിഡന്റ്സ് ബോധവൽക്കരണ ക്യാമ്പയിന്റെ ഭാഗമായാണ് ഈ മുന്നറിയിപ്പ്. വാഹനത്തിലെ സുരക്ഷാ സംവിധാനങ്ങൾ കൃത്യമായ ഇടവേളകളിൽ പരിശോധിച്ച് തകരാറുകൾ യഥാസമയം കണ്ടെത്തുന്നത് വലിയ അപകട സാധ്യതകൾ ഒഴിവാക്കാൻ സഹായിക്കുമെന്ന് അധികൃതർ വ്യക്തമാക്കി. കടുത്ത വേനൽ ചൂടിൽ ദീർഘദൂര യാത്രകൾ നടത്തുമ്പോൾ വാഹന സുരക്ഷയ്ക്ക് പ്രത്യേക ശ്രദ്ധ നൽകണമെന്നും അബുദാബി മൊബിലിറ്റി നിർദ്ദേശിച്ചു. ടയറുകൾ, എഞ്ചിൻ ഓയിൽ, ബ്രേക്ക് സംവിധാനം, എഞ്ചിൻ കൂളന്റ് എന്നിവ പരിശോധിച്ച് ആവശ്യമായ അറ്റകുറ്റപ്പണികൾ പൂർത്തിയാക്കണമെന്നും അധികൃതർ ഓർമ്മിപ്പിച്ചു. റോഡ് സുരക്ഷ ഉറപ്പാക്കുന്നതിന്റെ ഭാഗമായി പൊതുജനങ്ങൾക്കിടയിൽ വിപുലമായ ബോധവൽക്കരണ പ്രവർത്തനങ്ങളും അബുദാബി മൊബിലിറ്റി നടത്തുന്നുണ്ട്. ഇതിന്റെ ഭാഗമായി വേനൽക്കാല യാത്രകളിൽ വാഹന സുരക്ഷയുടെ പ്രാധാന്യം വ്യക്തമാക്കുന്ന ലഘുലേഖകൾ അധികൃതർ വിതരണം ചെയ്തു. വാഹനങ്ങളുടെ സുരക്ഷാ പരിശോധന കൃത്യമായി പൂർത്തിയാക്കുന്നത് അപകട സാധ്യത ഗണ്യമായി കുറയ്ക്കുവാൻ സഹായിക്കുമെന്നും അധികൃതർ പൊതുജനങ്ങളെ ഓർമ്മിപ്പിച്ചു. അമൃത ന്യൂസ്, അബുദാബി. UAE-യിലെ റെസ്റ്റോറന്റുകൾ, കഫേകൾ, ഹോട്ടലുകൾ, ഷോപ്പിംഗ് മാളുകൾ, ഫിറ്റ്നസ് സെന്ററുകൾ തുടങ്ങിയ വാണിജ്യ സ്ഥാപനങ്ങളിൽ സംഗീതം കേൾപ്പിക്കുന്നതിന് ഇനി മുതൽ ഫീസ് ഏർപ്പെടുത്തും. UAE സാമ്പത്തിക ടൂറിസം മന്ത്രാലയത്തിന്റെ പുതിയ കളക്റ്റീവ് മാനേജ്മെന്റ് ഇൻ മ്യൂസിക് ഗൈഡ് പ്രകാരമാണ് നടപടി. പകർപ്പവകാശ സംരക്ഷണം ഉറപ്പാക്കാനാണ് പുതിയ നീക്കം.
യുഎഇയിലെ റെസ്റ്റോറന്റുകൾ മുതൽ ഷോപ്പിംഗ് മാളുകൾ വരെയുള്ള സ്ഥലങ്ങളിൽ ഇനി മുതൽ സംഗീതം കേൾപ്പിക്കണമെങ്കിൽ ലൈസൻസും ഫീസും നിർബന്ധമാണ്. യുഎഇ സാമ്പത്തിക ടൂറിസം മന്ത്രാലയത്തിന്റെ പുതിയ കളക്റ്റീവ് മാനേജ്മെന്റ് ഇൻ മ്യൂസിക് ഗൈഡ് പ്രകാരമാണ് നടപടി. ഫീ ഈടാക്കുന്നത് 2026 ഡിസംബർ മുതൽ ആരംഭിക്കും. സംഗീതജ്ഞർ, ഗാനരചയിതാക്കൾ, ഗായകർ, വാദ്യോപകരണ വിദഗ്ധർ, റെക്കോർഡ് നിർമ്മാതാക്കൾ എന്നിവരുടെ പകർപ്പവകാശ സംരക്ഷണം ഉറപ്പാക്കുകയാണ് ലക്ഷ്യം. ബിസിനസ് സ്ഥാപനത്തിന്റെ വലിപ്പവും സംഗീത ഉപയോഗത്തിന്റെ സ്വഭാവവും അടിസ്ഥാനമാക്കിയാണ് ഫീ നിർണ്ണയിക്കുക. നൽകുന്ന ലൈസൻസുകൾക്ക് 1 വർഷത്തെ സാധുതയുണ്ടാകും. റെസ്റ്റോറന്റുകൾ, കഫേകൾ, ഹോട്ടലുകൾ, മാളുകൾ, ജിമ്മുകൾ, എയർലൈനുകൾ, റേഡിയോ, TV ചാനലുകൾ, മ്യൂസിക് കൺസേർട്ടുകൾ എന്നിവയ്ക്കെല്ലാം നിയമം ബാധകമാണ്. എമിറേറ്റ്സ് മ്യൂസിക് റൈറ്റ്സ് അസോസിയേഷൻ, മ്യൂസിക് നേഷൻ എന്നീ 2 മന്ത്രാലയ അംഗീകൃത സ്ഥാപനങ്ങൾ വഴിയാണ് ഫീ പിരിക്കുക. എന്നാൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, സർക്കാർ സ്ഥാപനങ്ങൾ, ദേശീയ പരിപാടികൾ, വ്യക്തിഗത വാണിജ്യേതര ആഘോഷങ്ങൾ എന്നിവയെ ഒഴിവാക്കിയിട്ടുണ്ട്. ശേഖരിക്കുന്ന മൊത്തം ഫീസിന്റെ 10% ഉയർന്നുവരുന്ന പ്രതിഭകളെയും എമിറാത്തി സംഗീതജ്ഞരെയും പിന്തുണയ്ക്കാനായി രൂപീകരിക്കുന്ന സാംസ്കാരിക ഫണ്ടിലേക്ക് മാറ്റിവെക്കും. യുഎഇ വിഷൻ 2030 ഭാഗമായി രാജ്യത്തെ ക്രിയേറ്റീവ് മേഖലയെ ശക്തിപ്പെടുത്താനും പകർപ്പവകാശ ലംഘനങ്ങൾ പൂർണ്ണമായി തടയാനുമാണ് പുതിയ ചട്ടക്കൂട് ലക്ഷ്യമിടുന്നത്. ലൈസൻസ് ഉള്ള സ്ഥാപനങ്ങൾ നിബന്ധനകൾ പാലിക്കുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്താൻ മന്ത്രാലയത്തിന്റെ നേതൃത്വത്തിൽ പരിശോധനകൾ ശക്തമാക്കും. അമൃത ന്യൂസ്, ദുബായ്. യുഎഇയിലെ തൊഴിൽ വിപണിയിൽ വൻ ഉണർവെന്ന സർവേ. കോവിഡിന് ശേഷം പ്രമുഖ ആഗോള വിപണികളിൽ ഏറ്റവും ശക്തമായ തൊഴിൽ സാധ്യതകൾ രേഖപ്പെടുത്തിയ രാജ്യമായി യുഎഇ മാറി. 2025 രാജ്യത്തെ പുതിയ നിയമനങ്ങൾ 2019 നിലവാരത്തേക്കാൾ ഉയർന്ന നിലയിലായിരുന്നുവെന്ന് ലിങ്ക്ഡിൻ റിപ്പോർട്ടിൽ പറയുന്നു. യുഎഇയിൽ തൊഴിൽ അന്വേഷിക്കുന്നവർക്ക് സന്തോഷം പകരുന്ന വാർത്തയാണ് ലിങ്ക്ഡിനും വിദേശ വ്യാപാര മന്ത്രാലയവും ചേർന്ന് തയ്യാറാക്കിയ യുഎഇ സാമ്പത്തിക ഗ്രാഫ് റിപ്പോർട്ട് 2026 പറയുന്നത്. 2026 തുടക്കത്തിൽ മേഖലയിലുണ്ടായ അസ്ഥിരതയെ തുടർന്ന് തൊഴിൽ നിയമനത്തിലും പ്രതിഭകളുടെ കുടിയേറ്റത്തിലും ചാഞ്ചാട്ടമുണ്ടായെങ്കിലും ജൂൺ വരെയുള്ള ആദ്യകാല കണക്കുകൾ യുഎഇയിൽ വീണ്ടും അനുകൂല പ്രവണത പ്രകടിപ്പിക്കുന്നതായി റിപ്പോർട്ടിലുണ്ട്. യുഎഇയിലെ തൊഴിൽ വിപണിയുടെ സവിശേഷതകളും ഡിജിറ്റൽ സമ്പദ് വ്യവസ്ഥയും എന്ന പേരിലുള്ള റിപ്പോർട്ട് ലിങ്ക്ഡിനിലെ വിപുലമായ തൊഴിൽ ശക്തി വിവരങ്ങൾ അടിസ്ഥാനമാക്കിയാണ് തയ്യാറാക്കിയിട്ടുള്ളത്. സാമ്പത്തിക നയങ്ങൾ രൂപപ്പെടുത്താനും തൊഴിൽ വിപണിയുടെ മത്സരക്ഷമത വർദ്ധിപ്പിക്കാനും നയരൂപീകരണക്കാർക്ക് ആവശ്യമായ വിവരങ്ങളും സൂചകങ്ങളും റിപ്പോർട്ട് നൽകുന്നുണ്ട്. ആഗോളതലത്തിൽ ചുരുക്കം രാജ്യങ്ങൾക്ക് മാത്രമാണ് 2025 മുഴുവൻ സമയവും 2019 നിയമന നിലവാരത്തിന് മുകളിൽ പ്രവർത്തനം നിലനിർത്താനായത്. ആഗോള സാമ്പത്തിക അനിശ്ചിതത്വത്തിനിടയിലും യുഎഇയിലെ തൊഴിൽ വിപണിയുടെ കരുത്തും വളർച്ച നിലനിർത്താൻ രാജ്യത്തിന്റെ സാമ്പത്തിക നയങ്ങൾക്കായതും ഇതിലൂടെ വ്യക്തമാവുന്നതായി റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടുന്നു. അമൃത ന്യൂസ്, അബുദാബി. പുകവലി ഉപേക്ഷിക്കാൻ സഹായിക്കുന്ന വിവിധ ഉൽപ്പന്നങ്ങളെ എക്സൈസ് നികുതിയിൽ നിന്ന് ഒഴിവാക്കി ഒമാൻ. നേരത്തെ 100% എക്സൈസ് നികുതി ബാധകമായിരുന്ന വിഭാഗത്തിൽ നിന്നാണ് ഇത്തരം ഉൽപ്പന്നങ്ങളെ ഒഴിവാക്കിയത്. പൗരന്മാരുടെയും താമസക്കാരുടെയും പുകവലി ശീലം അവസാനിപ്പിക്കാനുള്ള ശ്രമങ്ങളുടെ ഭാഗമായാണ് നടപടി. രാജ്യത്തെ ജനങ്ങളുടെ പുകവലി ശീലം അവസാനിപ്പിക്കാനുള്ള ശ്രമങ്ങളുടെ ഭാഗമായിട്ടാണ് പുകവലി ഉപേക്ഷിക്കാൻ സഹായിക്കുന്ന വിവിധ ഉൽപ്പന്നങ്ങളെ എക്സൈസ് നികുതിയിൽ നിന്ന് ഒമാൻ ഒഴിവാക്കിയത്. നിക്കോട്ടിൻ ച്യൂയിംഗം, ഗുളികകൾ, ചർമ്മത്തിലൊട്ടിക്കുന്ന പാച്ചുകൾ, സ്പ്രേകൾ, മൂക്കിൽ ഉപയോഗിക്കുന്ന തുള്ളിമരുന്നുകൾ, കുത്തിവെപ്പ് മരുന്നുകൾ തുടങ്ങി പുകവലി നിർത്താൻ സഹായിക്കുന്ന എല്ലാ ഉൽപ്പന്നങ്ങൾക്കും നികുതി ഇളവ് ലഭിക്കും. തീരുമാനം ഇന്നലെ മുതൽ പ്രാബല്യത്തിൽ വന്നു. പുകയിലെയും അനുബന്ധ ഉൽപ്പന്നങ്ങളും ഇറക്കുമതി ചെയ്താലും ഉൽപ്പാദിപ്പിച്ചാലും 100% എക്സൈസ് നികുതി തുടർന്നും ബാധകമായിരിക്കും. ആരോഗ്യത്തിനും സമൂഹത്തിനും പരിസ്ഥിതിക്കും ദോഷകരമായ ഉൽപ്പന്നങ്ങൾക്ക് ഒമാനിൽ നികുതി ചുമത്തുന്നുണ്ട്. പുകയില ഉൽപ്പന്നങ്ങൾ, എനർജി ഡ്രിങ്കുകൾ, ഇലക്ട്രോണിക് പുകവലി ഉൽപ്പന്നങ്ങൾ എന്നിവയ്ക്ക് സാധാരണയായി 100% നികുതിയും ശീതളപാനീയങ്ങൾക്കും മധുരപാനീയങ്ങൾക്കും 50% നികുതിയുമാണ് ഈടാക്കി വരുന്നത്. അമൃത ന്യൂസ്, ഒമാൻ. ഖത്തർ ആരോഗ്യ മേഖലയിൽ ജോലി ചെയ്യാനുള്ള ലൈസൻസ് നേടാൻ വ്യാജ പ്രവൃത്തി പരിചയ സർട്ടിഫിക്കറ്റുകൾ സമർപ്പിച്ച 27 പേരെ പൊതുജനാരോഗ്യ മന്ത്രാലയം കണ്ടെത്തി. സർട്ടിഫിക്കറ്റുകളുടെ സൂക്ഷ്മ പരിശോധനാ വേളയിലാണ് തട്ടിപ്പ് കണ്ടെത്തിയത്. വ്യാജരേഖ സമർപ്പിച്ച 27 പേരെയും രാജ്യത്തെ ആരോഗ്യ മേഖലയിൽ ജോലി ചെയ്യുന്നതിൽ നിന്ന് സ്ഥിരമായി വിലക്കിയതായി മന്ത്രാലയം അറിയിച്ചു. 2026 ജനുവരി മുതൽ ജൂൺ വരെയുള്ള 6 മാസ കാലയളവിലാണ് വ്യാജ പ്രവൃത്തി പരിചയ സർട്ടിഫിക്കറ്റുകൾ സമർപ്പിച്ച 27 പേരെ ഖത്തർ പൊതുജനാരോഗ്യ മന്ത്രാലയം കണ്ടെത്തിയത്. അപേക്ഷകരുടെ അക്കാദമിക് യോഗ്യതകളും പ്രവൃത്തി പരിചയവും ലൈസൻസിംഗ് നടപടികളുടെ പ്രാരംഭഘട്ടത്തിൽ തന്നെ കർശനമായി പരിശോധിക്കുന്നുണ്ട്. അന്താരാഷ്ട്ര ആരോഗ്യ പ്രവർത്തകരുടെ യോഗ്യതകളും രേഖകളുടെ ആധികാരികതയും ഉറപ്പാക്കാനായി പ്രത്യേക സ്ഥാപനങ്ങളുമായി സഹകരിച്ചാണ് പരിശോധന നടത്തുന്നത്. യോഗ്യരായ പ്രൊഫഷണലുകൾക്ക് മാത്രം
ഖത്തറിൽ ആരോഗ്യ സേവനങ്ങൾ നൽകാൻ അനുമതി നൽകുക എന്ന ലക്ഷ്യത്തോടെയാണ് പരിശോധന. രാജ്യത്ത് ജനങ്ങൾക്ക് സുരക്ഷിതവും ഉയർന്ന നിലവാരമുള്ളതുമായ വൈദ്യസഹായം ഉറപ്പാക്കാൻ യോഗ്യരായവർക്ക് മാത്രമേ അനുമതി നൽകൂ എന്ന് പൊതുജനാരോഗ്യ മന്ത്രാലയത്തിലെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഹെൽത്ത് കെയർ പ്രൊഫഷൻസ് ഡയറക്ടർ ഡോക്ടർ സാദ് അൽകാബി വാർത്താക്കുറിപ്പിൽ അറിയിച്ചു. അമൃത ന്യൂസ്, ഖത്തർ. സേവനം മെച്ചപ്പെടുത്താൻ പൊതുജനങ്ങളിൽ നിന്ന് അഭിപ്രായം തേടി ദുബായ് താമസ കുടിയേറ്റ വകുപ്പ്. സ്ഥാപനത്തെക്കുറിച്ച് പൊതുസമൂഹത്തിനുള്ള അഭിപ്രായങ്ങളും വിലയിരുത്തലുകളും മനസ്സിലാക്കി സേവനങ്ങൾ കൂടുതൽ മെച്ചപ്പെടുത്തുകയാണ് സർവേയുടെ ലക്ഷ്യം. നിങ്ങളുടെ അഭിപ്രായം ഞങ്ങളുടെ പങ്കാളിത്തത്തിന്റെ ഭാഗമാണ് എന്ന സന്ദേശത്തിലാണ് സർവേ. ദുബായിലെ വിസ, താമസാനുമതി, പ്രവേശനാനുമതി തുടങ്ങിയ എമിഗ്രേഷൻ സേവനങ്ങൾ കൈകാര്യം ചെയ്യുന്ന ജനറൽ ഡയറക്ടറേറ്റ് ഫോർ ഐഡന്റിറ്റി ആൻഡ് ഫോറിനേഴ്സ് അഫയേഴ്സ് ആണ് കോർപ്പറേറ്റ് റെപ്യൂട്ടേഷൻ സർവേ നടത്തുന്നത്. ദുബായിലെത്തുന്നവരും താമസക്കാരും വിവിധ ഘട്ടങ്ങളിൽ ആശ്രയിക്കുന്ന പ്രധാന സർക്കാർ സംവിധാനങ്ങളിൽ ഒന്നാണ് GDRFA ദുബായ്. വിസ സേവനങ്ങൾ, താമസാനുമതിയുമായി ബന്ധപ്പെട്ട നടപടികൾ, പ്രവേശനാനുമതികൾ തുടങ്ങിയ സേവനങ്ങൾ സംബന്ധിച്ച പൊതുജനങ്ങളുടെ അനുഭവവും കാഴ്ചപ്പാടും നേരിട്ട് മനസ്സിലാക്കാനാണ് സർവേ. GDRFA ദുബായിയുടെ സേവനങ്ങൾ, പ്രവർത്തന രീതി, നടപടിക്രമങ്ങൾ, സ്ഥാപനത്തിന്റെ പൊതുവായ പ്രതിച്ഛായ എന്നിവയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളാണ് സർവേയിലൂടെ തേടുന്നത്. സേവനങ്ങൾ എത്രത്തോളം കാര്യക്ഷമവും ജനകീയവുമാണ്, കൂടുതൽ മെച്ചപ്പെടുത്തൽ ആവശ്യമായ മേഖലകൾ ഏതൊക്കെയാണ് തുടങ്ങിയ കാര്യങ്ങൾ തിരിച്ചറിയാൻ പൊതുജനങ്ങളുടെ പ്രതികരണങ്ങൾ സഹായിക്കുമെന്ന് അധികൃതർ അറിയിച്ചു. സർവേയിലൂടെ ലഭിക്കുന്ന അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും സേവനങ്ങളുടെ തുടർച്ചയായ മെച്ചപ്പെടുത്തലിനും ഗുണനിലവാരം ഉയർത്താനും ഉപയോഗപ്പെടുത്തും. 1 മിനിറ്റ് കൊണ്ട് സർവേ പൂർത്തിയാക്കാം. സർവേയിൽ പങ്കെടുക്കുന്നവരിൽ നിന്ന് ലഭിക്കുന്ന വ്യക്തിഗത വിവരങ്ങളും രഹസ്യ സ്വഭാവമുള്ള വിവരങ്ങളും കർശനമായി സൂക്ഷിക്കുമെന്ന് GDRFA അറിയിച്ചു. അമൃത ന്യൂസ്, ദുബായ്. ഒമാനിൽ അടുത്ത വർഷം ഏപ്രിൽ 1 മുതൽ ഇലക്ട്രോണിക് ഇൻവോയ്സിംഗ് നിർബന്ധമാക്കുന്നു. ടാക്സ് അതോറിറ്റി മൂല്യവർദ്ധിത നികുതി നിയമത്തിന്റെ ചട്ടങ്ങളിൽ ഭേദഗതി വരുത്തി സർക്കാർ ഉത്തരവിറക്കി. നികുതി സംവിധാനത്തെ കൂടുതൽ ഡിജിറ്റലാക്കുന്നതിന്റെ ഭാഗമായാണ് നടപടി. അംഗീകൃതവും സുരക്ഷിതവുമായ ഇലക്ട്രോണിക് ഫോർമാറ്റിൽ നികുതി ഇൻവോയ്സുകൾ നൽകുകയും സൂക്ഷിക്കുകയും ചെയ്യുന്നത് രാജ്യത്ത് നിർബന്ധമാക്കും. 2 ഘട്ടങ്ങളിലായാണ് പദ്ധതി നടപ്പിലാക്കുക. 2027 ഏപ്രിൽ 1 മുതൽ വാർഷിക വിൽപ്പന 5 ദശലക്ഷം ഒമാനി റിയാലിൽ കൂടുതലുള്ള വാറ്റ് രജിസ്റ്റർ ചെയ്ത കമ്പനികൾക്ക് ഇത് നിർബന്ധമാകും. 2027 ഒക്ടോബർ 1 മുതൽ വാർഷിക വിൽപ്പന 5 ദശലക്ഷം റിയാലിൽ താഴെയുള്ള വാറ്റ് രജിസ്റ്റർ ചെയ്ത കമ്പനികളിലേക്കും ഇത് വ്യാപിപ്പിക്കും. കുവൈറ്റിൽ നീതിയും നിയമവും അടിസ്ഥാനമാക്കിയായിരിക്കണം അന്വേഷണ പ്രവർത്തനങ്ങൾ നടത്തേണ്ടതെന്ന് ആഭ്യന്തരമന്ത്രി ഷെയ്ഖ് ഫഹദ് യൂസുഫ് സൗദ് അൽ സബാഹ്. നിയമം എല്ലാവർക്കും ഒരുപോലെ ബാധകമാക്കണമെന്നും ഇതിൽ വലിയവനെന്നോ ചെറിയവനെന്നോ ഉന്നത പദവിയിലുള്ളവനെന്നോ സാധാരണക്കാരനെന്നോ ഉള്ള യാതൊരു വ്യത്യാസവും ഉണ്ടാകരുതെന്നും അദ്ദേഹം വ്യക്തമാക്കി. ആഭ്യന്തര മന്ത്രാലയത്തിലെ ജനറൽ അഡ്മിനിസ്ട്രേഷൻ ഓഫ് ഇൻവെസ്റ്റിഗേഷൻസിന്റെ 8ാമത് ബാച്ച് അന്വേഷണ ഉദ്യോഗസ്ഥരുടെ ബിരുദദാന ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. രാജ്യം തന്റെ പ്രിയപുത്രന്മാരായ പോലീസ് സേനയിൽ വിശ്വാസം അർപ്പിക്കുന്നുവെന്നും ആ വിശ്വാസത്തിനും ഉത്തരവാദിത്വത്തിനും അനുസരിച്ച് പ്രവർത്തിക്കണമെന്നും അദ്ദേഹം ആഹ്വാനം ചെയ്തു. സത്യസന്ധത, നിഷ്പക്ഷത, നീതിപൂർവ്വം നടപ്പാക്കാനുള്ള പ്രതിബദ്ധത എന്നിവ അന്വേഷണ ഉദ്യോഗസ്ഥരുടെ പ്രധാന ഗുണങ്ങളായിരിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. കുവൈറ്റിൽ സർക്കാർ സ്വകാര്യ മേഖലകളിലെ ആശുപത്രികളിൽ ശസ്ത്രക്രിയകൾ നടത്തുന്നതിന് പാലിക്കേണ്ട പുതിയ വ്യവസ്ഥകൾ ആരോഗ്യ മന്ത്രാലയം പുറത്തിറക്കി. ആരോഗ്യമന്ത്രി ഡോക്ടർ അഹമ്മദ് അൽ അവദിയാണ് ഇത് സംബന്ധിച്ച മന്ത്രിതല തീരുമാനം പുറപ്പെടുവിച്ചത്. പുതിയ തീരുമാനപ്രകാരം ഒരു പ്രത്യേക മെഡിക്കൽ വിഭാഗത്തിൽ രജിസ്റ്റേർഡ് അസിസ്റ്റന്റ് തലത്തിലുള്ള ഡോക്ടറോ പരിശീലനത്തിലുള്ള ഡോക്ടറോ സ്വതന്ത്രമായി ശസ്ത്രക്രിയ നടത്താൻ പാടില്ല. കൂടാതെ രോഗിയുടെയോ രോഗി ചുമതലപ്പെടുത്തിയോ വ്യക്തിയുടെയോ സമ്മതമില്ലാതെ ശസ്ത്രക്രിയയോ മറ്റ് മെഡിക്കൽ നടപടികളോ നടത്തുന്നതും നിരോധിച്ചു. ശസ്ത്രക്രിയകൾക്ക് മുൻപ് ആശുപത്രിയുടെ ലൈസൻസ്, ആരോഗ്യ പരിചരണ നിലവാരം, അണുബാധ നിയന്ത്രണം, അനസ്തേഷ്യ, സുരക്ഷാ മാനദണ്ഡങ്ങൾ എന്നിവ കർശനമായി പാലിക്കണമെന്ന് തീരുമാനത്തിൽ വ്യക്തമാക്കുന്നു. ഓരോ മെഡിക്കൽ വിഭാഗത്തിലെയും ഡോക്ടർമാർക്ക് ശസ്ത്രക്രിയ നടത്താനുള്ള അനുമതിയും പ്രൊഫഷണൽ പ്രിവിലേജുകളും നൽകുന്നത് അതത് വിഭാഗം കൗൺസിലുകളായിരിക്കും. ഡോക്ടറുടെ ജോലി, പദവി, ലൈസൻസ്, വൈദഗ്ധ്യം, പരിചയം, ശസ്ത്രക്രിയയുടെ സ്വഭാവം എന്നിവ പരിഗണിച്ചായിരിക്കും അനുമതി നൽകുക. കുവൈറ്റിൽ വാണിജ്യ സ്ഥാപനങ്ങൾക്കെതിരെ ഉപഭോക്താക്കളിൽ നിന്നും ഓൺലൈൻ വഴി ലഭിക്കുന്ന പരാതികളിൽ വൻ വർധനവ്. ഈ വർഷം 2ാം പാദത്തിൽ മാത്രമായി ഇത്തരത്തിലുള്ള 17,135 പരാതികളാണ് ലഭിച്ചതെന്ന് വാണിജ്യ വ്യവസായ മന്ത്രാലയം അറിയിച്ചു. മന്ത്രാലയത്തിന്റെ ഇലക്ട്രോണിക് പോർട്ടലും സഹൽ ആപ്പ് വഴിയുമാണ് ഏറ്റവും അധികം പരാതികൾ ലഭിച്ചത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ പരിശോധനകളിൽ ആയിരക്കണക്കിന് നിയമലംഘനങ്ങളും കണ്ടെത്തി. ഇതിന്റെ ഭാഗമായി നിയമാനുസൃത നടപടികൾക്ക് വിധേയമായി നിരവധി കടകൾ അടച്ചുപൂട്ടുകയും ചെയ്തു. വിപണിയിലെ പരിശോധനാ നടപടികൾ ശക്തമാക്കുകയും ഉപഭോക്താക്കളുമായുള്ള ആശയവിനിമയ മാർഗങ്ങൾ കൂടുതൽ മെച്ചപ്പെടുത്തുകയും ചെയ്തുകൊണ്ട് പരാതികൾക്ക് വേഗത്തിൽ പരിഹാരം കാണുമെന്നും മന്ത്രാലയം വ്യക്തമാക്കി. സൗദിയിൽ ഫാർമസ്യൂട്ടിക്കൽ ഉൽപ്പന്നങ്ങളുടെ രൂപത്തിൽ സൗന്ദര്യവർദ്ധക വസ്തുക്കൾ രാജ്യത്തെ മാർക്കറ്റിൽ വിൽക്കുന്നതിനെതിരെ നിർമ്മാതാക്കൾക്കും ഇറക്കുമതിക്കാർക്കും സൗദി ഫുഡ് ആൻഡ് ഡ്രഗ് അതോറിറ്റി മുന്നറിയിപ്പ് നൽകി.
ചില സൗന്ദര്യവർദ്ധക വസ്തുക്കൾ സിറിഞ്ച് അടക്കമുള്ള രൂപത്തിൽ വിറ്റഴിക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്നാണ് അതോറിറ്റിയുടെ മുന്നറിയിപ്പ്. സിറിഞ്ച് രൂപത്തിലുള്ള സൗന്ദര്യവർദ്ധക വസ്തുക്കളുടെ വിപണനം പൂർണ്ണമായും നിരോധിച്ചിട്ടുണ്ട്. അതേസമയം ആംപ്യൂളുകൾ, വയലുകൾ എന്നിവയുടെ പാക്കേജിംഗിൽ ബാഹ്യ ഉപയോഗത്തിന് മാത്രമാണുള്ളതെന്നും കുത്തിവെക്കാൻ പാടുള്ളതല്ലെന്നും അറബിയിലും ഇംഗ്ലീഷിലും വ്യക്തമായി രേഖപ്പെടുത്തണം. ഇത്തരം ഉൽപ്പന്നങ്ങൾ കുത്തിവെപ്പിലൂടെയോ ചർമ്മത്തിൽ തുളച്ചുകയറുന്ന മറ്റു മാർഗങ്ങളിലൂടെയോ ഉപയോഗിക്കാമെന്ന രീതിയിലുള്ള പരസ്യങ്ങൾക്കും പ്രചാരണങ്ങൾക്കും വിലക്കുണ്ട്. രാജ്യത്തെ മാർക്കറ്റിൽ ഇത്തരത്തിൽ ഉണ്ടെങ്കിൽ അത് തിരിച്ചു വിളിക്കാനും തിരുത്തലുകൾ വരുത്താനും സ്ഥാപനങ്ങൾക്ക് 2026 ഡിസംബർ 31 വരെ സാവകാശം നൽകിയിട്ടുണ്ട്. 2027 ജനുവരി 1 മുതൽ പുതിയ നിയമം ലംഘിക്കുന്നവർക്കെതിരെ നിയമ നടപടികൾ ഉണ്ടാകും. ബഹ്റൈനിൽ കാറുകളുടെ ഗ്ലാസ് ടിൻറ്റിംഗ് പരിധി 50% ഉയർത്താനുള്ള നിർദ്ദേശം പാർലമെന്റിൽ സമർപ്പിച്ച MP ഹമദ് അൽ ദോയി. കടുത്ത ചൂടിൽ നിന്ന് രക്ഷ നേടാനും വാഹനത്തിനുള്ളിലെ താപനില കുറയ്ക്കാനും ഇത് സഹായിക്കുമെന്നാണ് വിലയിരുത്തൽ. വാഹനം ഓടിക്കുന്നവർക്കും യാത്രക്കാർക്കും കൂടുതൽ യാത്രാസുഖം ഉറപ്പാക്കുന്നതിന്റെ ഭാഗമായി ടിൻറ്റിംഗ് പരിധി വർദ്ധിപ്പിക്കുന്നത് സംബന്ധിച്ച് പഠനം നടത്തണമെന്നാണ് നിർദ്ദേശം. ബഹ്റൈനിലെ ഉയർന്ന താപനില കാരണം നേരിട്ടുള്ള സൂര്യപ്രകാശം തടയാനും കാറിനുള്ളിലെ ചൂട് കുറയ്ക്കാനും വിൻഡോ ടിൻറ്റിംഗ് അത്യാവശ്യമാണെന്ന് നിർദ്ദേശത്തിൽ പറയുന്നു. മറ്റ് ചില GCC രാജ്യങ്ങളിലും സുരക്ഷാ ഗതാഗത നിയമങ്ങൾ പാലിച്ചുകൊണ്ട് ഉയർന്ന അളവിലുള്ള ടിൻറ്റിംഗ് അനുവദിക്കുന്നുണ്ടെന്ന് MP ചൂണ്ടിക്കാട്ടി. സൗദി അറേബ്യയിലെ ട്രെയിനുകളിൽ 2026 രണ്ടാം പാദത്തിൽ 3.8 കോടിയിലധികം യാത്രക്കാർ സഞ്ചരിച്ചതായി ജനറൽ ട്രാൻസ്പോർട്ട് അതോറിറ്റി അറിയിച്ചു. ഇതിൽ 3.6 കോടി പേരും നഗരങ്ങൾക്കുള്ളിലെ സർവീസുകളെയാണ് ആശ്രയിച്ചത്. റിയാദ് മെട്രോയിൽ മാത്രം 2.97 കോടി യാത്രക്കാരുണ്ടായി. ഹറമൈൻ ഹൈസ്പീഡ് ട്രെയിൻ 16 ലക്ഷം പേരും, ഈസ്റ്റ് ലൈൻ 3,89,000 പേരും, നോർത്ത് ലൈൻ 2,46,000 പേരും ഉപയോഗിച്ചു. കൂടാതെ ഇക്കാലയളവിൽ 37 ലക്ഷം ടൺ ചരക്കുകളും 47,000 കണ്ടെയ്നറുകളും റെയിൽവേ വഴി വിജയകരമായി ലക്ഷ്യസ്ഥാനങ്ങളിൽ എത്തിച്ചു. വേനൽ ചൂടിൽ വാഹന തകരാറുകളും അപകട സാധ്യതകളും ഒഴിവാക്കാൻ ദുബായ് പോലീസിന്റെ നേതൃത്വത്തിൽ സൗജന്യ വാഹന പരിശോധന. ഓൺ ദ ഗോ പ്രചാരണത്തിന്റെ ഭാഗമായി സ്വകാര്യ സ്ഥാപനവുമായി സഹകരിച്ചാണ് പരിശോധന. ഇന്നലെ മുതൽ ആരംഭിച്ച സേവനം ഈ മാസം 23 വരെ തുടരും. എനോക് പെട്രോൾ സ്റ്റേഷനുകളിലെ ഓട്ടോപ്രോ കേന്ദ്രങ്ങളിലാണ് സേവനം ലഭിക്കുക. ജുമൈറ വില്ലേജ് സർക്കിൾ, അൽഖൂസ് ജുമൈറ, ദൈറ തുടങ്ങിയ വിവിധ മേഖലകളിലെ എനോക് സ്റ്റേഷനുകളിലുള്ള കേന്ദ്രങ്ങളിൽ സേവനം ലഭ്യമാണ്. സൗദിയിൽ ടെലി റോബോട്ടിക് ശസ്ത്രക്രിയകളിൽ ചരിത്ര നേട്ടം കുറിച്ചു. രാജ്യത്തെ സെഹ വെർച്വൽ ആശുപത്രിയാണ് ഡോക്ടർമാർ രോഗിയുടെ അടുത്തില്ലാതെ വിദൂര സ്ഥലങ്ങളിലിരുന്ന് വിവിധ രോഗികൾക്ക് തുടർച്ചയായി 11 റോബോട്ടിക് ശസ്ത്രക്രിയകൾ വിജയകരമായി പൂർത്തിയാക്കിയത്. ഹായിൽ ഹെൽത്ത് ക്ലസ്റ്റർ, കിങ് സൗദ് യൂണിവേഴ്സിറ്റി മെഡിക്കൽ സിറ്റി, സെയിന്റ് സൗദി, എഡ്ജ് ലിമിറ്റഡ്, അൽ അമീൻ കമ്പനി എന്നിവർ കൈകോർത്താണ് ഈ ദേശീയ പദ്ധതി യാഥാർത്ഥ്യമാക്കിയത്. റിയാദിലിരുന്ന ഡോക്ടർമാരുടെ സംഘമാണ് ഹായിലിലും റിയാദിലുമുള്ള രോഗികളെ ശസ്ത്രക്രിയ ചെയ്തത്. ഇന്റർനെറ്റിലൂടെ അകലയിൽ നിന്ന് റോബോട്ട് വഴി ശ്വാസകോശത്തിലെ ഒരു ഭാഗം നീക്കം ചെയ്യുന്ന റൈറ്റ് ലോവർ ലങ് ലാബക്ടമി ശസ്ത്രക്രിയ ലോകത്ത് 2ാം തവണയും ടെലി റോബോട്ടിക് ശ്വാസകോശ ശസ്ത്രക്രിയകളിൽ 5ാമത്തേതുമാണിത്. കൊളംബിയയിലുണ്ടായ ഭൂചലനത്തിൽ മരണസംഖ്യ ഉയരുന്നു. രാജ്യത്ത് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു. കെട്ടിടങ്ങൾ തകർന്ന് വ്യാപക നാശനഷ്ടമുണ്ടായി. അവശിഷ്ടങ്ങൾക്കിടയിൽ കുടുങ്ങിയവരെ രക്ഷിക്കാൻ തീവ്രശ്രമം തുടരുകയാണ്. ഒരു പതിറ്റാണ്ടിനിടെ കൊളംബിയയിൽ രേഖപ്പെടുത്തിയ ഏറ്റവും വലിയ ഭൂചലനങ്ങളിലൊന്നാണിത്. കൊളംബിയയിൽ ചെറിയ ഭൂചലനങ്ങൾ സാധാരണയാണെങ്കിലും 6ന് മുകളിൽ തീവ്രത രേഖപ്പെടുത്തുന്നവ അപൂർവമാണ്. ഇത്തവണ റിക്ടർ സ്കെയിലിൽ രേഖപ്പെടുത്തിയത് 7.4 തീവ്രതയാണ്. തലസ്ഥാനമായ ബൊഗോട്ടയിൽ നിന്ന് 400 കിലോമീറ്റർ അകലെ ചോക്കോ മേഖലയിലെ സാൻജോസ് ഡെൽ പാമറാണ് ഭൂചലനത്തിന്റെ പ്രഭവ കേന്ദ്രം. 107 കിലോമീറ്റർ ആഴത്തിലാണ് ഭൂചലനമുണ്ടായതെന്ന് US ജിയോളജിക്കൽ സർവേയും കൊളംബിയൻ ഏജൻസികളും അറിയിച്ചു. നിരവധി പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. പെരേര, ക്യുബ്ദോ, കാലി, മനിസാലസ് തുടങ്ങിയ നഗരങ്ങളെ ഭൂചലനം സാരമായി ബാധിച്ചു. തുടർചലനങ്ങൾക്ക് സാധ്യതയുള്ളതിനാൽ അതീവ ജാഗ്രതയിലാണ് രക്ഷാപ്രവർത്തനം പുരോഗമിക്കുന്നത്. ലോകത്ത് ഏറ്റവും കൂടുതൽ ഭൂകമ്പങ്ങൾ ഉണ്ടാകുന്ന പസഫിക് സമുദ്രത്തിലെ റിംഗ് ഓഫ് ഫയർ മേഖലയിലാണ് ഭൂചലനത്തിന്റെ പ്രഭവ കേന്ദ്രമായ ചോക്കോ സ്ഥിതി ചെയ്യുന്നത്. രക്ഷാപ്രവർത്തനങ്ങൾക്ക് നേരിട്ട് നേതൃത്വം നൽകുന്നതായി കൊളംബിയൻ പ്രസിഡന്റ് അബലാഡോ ഡീല എസ്പ്രീല അറിയിച്ചു. ഭൂകമ്പത്തെ തുടർന്ന് കൊളംബിയയിലെ വിമാന സർവീസുകൾ തടസ്സപ്പെട്ടു. മനിസാലസ്, ക്യുബ്ദോ, അർമേനിയ, കാർട്ടോഗോ, ബ്യൂണവെഞ്ചുറ, പെരേര എന്നീ വിമാനത്താവളങ്ങളിൽ നിന്നുള്ള സർവീസുകൾ നിർത്തിവെച്ചു. കൊളംബിയയ്ക്ക് ആവശ്യമായ സഹായങ്ങൾ നൽകാൻ തയ്യാറാണെന്ന് US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ വ്യക്തമാക്കി. അയൽരാജ്യങ്ങളായ ഇക്വഡോറിലും പനാമയിലും പ്രകമ്പനം അനുഭവപ്പെട്ടെങ്കിലും നാശനഷ്ടങ്ങൾ കുറവാണ്. കഴിഞ്ഞ ജൂണിൽ അയൽരാജ്യമായ വെനുസിലയിൽ തുടർച്ചയായുണ്ടായ ഭൂചലനങ്ങളിൽ 5000-ലധികം പേർ മരിച്ചിരുന്നു. ഇതിന്റെ ആഘാതം മാറുന്നതിന് മുമ്പാണ് കൊളംബിയയിലും ഭൂചലനമുണ്ടായത്. ന്യൂസ് ഡെസ്ക്, അമൃത TV.
എയർ ഇന്ത്യ ഫുക്കറ്റ് ഡൽഹി വിമാനം ആകാശചുഴിയിൽപ്പെട്ട സംഭവത്തിൽ പൈലറ്റിന്റെ രണ്ടാം ലഹരി പരിശോധനയും പോസിറ്റീവ് എന്ന് റിപ്പോർട്ട്. പൈലറ്റിന്റെ ആദ്യ പരിശോധനയിലും ഫലം പോസിറ്റീവായിരുന്നു. വിമാനം അപകടത്തിൽപ്പെടാൻ കാരണം ആകാശചുഴി തന്നെയാണോ എന്നും AAIB പരിശോധിക്കും. അന്വേഷണത്തിന് സഹായിക്കാൻ എയർ ഇന്ത്യയുടെ വിദഗ്ധ സംഘം ഡൽഹിയിലെത്തി. ഫ്രഞ്ച് വിമാന അപകട അന്വേഷണ ഏജൻസിയുടെ ഉദ്യോഗസ്ഥരും മാനദണ്ഡങ്ങൾക്കനുസരിച്ച് അന്വേഷണത്തിന്റെ ഭാഗമാകും. എയർ ഇന്ത്യ സിഇഒയെ കേന്ദ്ര വ്യോമയാന മന്ത്രാലയം വിളിച്ചു വരുത്തിയിരുന്നു. ഓഗസ്റ്റ് 4-ന് ഫുക്കറ്റിൽ നിന്ന് 137 യാത്രക്കാരും 8 ജീവനക്കാരുമായി ഡൽഹിയിലേക്ക് വന്ന വിമാനം ആകാശത്ത് വെച്ച് പെട്ടെന്ന് 300 അടിയോളം താഴേക്ക് പതിക്കുകയായിരുന്നു. ലോകകപ്പ് ജേതാക്കളായ അർജന്റീന ഫുട്ബോൾ ടീമിന്റെ മത്സരം സംഘടിപ്പിക്കാൻ ശ്രമിച്ചത് സർക്കാർ തലത്തിലുള്ള എല്ലാ നടപടിക്രമങ്ങളും പാലിച്ചാണെന്ന് മുൻ കായിക മന്ത്രി വി അബ്ദുറഹ്മാൻ. ഈ വിഷയത്തിൽ ഒരു ചില്ലിക്കാശ് പോലും സംസ്ഥാന സർക്കാരിന് നഷ്ടമുണ്ടായിട്ടില്ല. മത്സരം നടത്താൻ അർജന്റീന ഫുട്ബോൾ അസോസിയേഷനും സ്പോൺസറും തമ്മിലാണ് കരാർ ഒപ്പിട്ടത്. ഈ കരാറുമായി ബന്ധപ്പെട്ട് സർക്കാരിന് ഒരു ബാധ്യതയും ഉണ്ടാക്കിയിട്ടില്ലെന്നും വി അബ്ദുറഹ്മാൻ പ്രസ്താവനയിലൂടെ വ്യക്തമാക്കി. മെസ്സിയെ കേരളത്തിൽ കൊണ്ടുവരുമെന്ന മുൻ സർക്കാരിന്റെ വാഗ്ദാനം തട്ടിപ്പായിരുന്നുവെന്ന് കായിക വകുപ്പിന്റെ റിപ്പോർട്ട്. മുൻ കായിക മന്ത്രി വി അബ്ദുറഹ്മാൻ പ്രതിക്കൂട്ടിലായി. LDF സർക്കാർ നടത്തിയ ഇടപാടുകളിൽ കോടിക്കണക്കിന് രൂപയുടെ സാമ്പത്തിക ക്രമക്കേട് നടന്നതായും കണ്ടെത്തലുണ്ട്. റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ സർക്കാർ ഉചിതമായ തീരുമാനമെടുക്കുമെന്ന് മന്ത്രി OJ ജനീഷ് വ്യക്തമാക്കി. പിണറായി സർക്കാരിന്റെ കാലത്ത് ഫുട്ബോൾ താരം മെസ്സിയെയും അർജന്റീന ടീമിനെയും കേരളത്തിലേക്ക് എത്തിക്കുമെന്ന വാഗ്ദാനം തട്ടിപ്പായിരുന്നുവെന്നാണ് കായിക വകുപ്പിന്റെ അന്വേഷണ റിപ്പോർട്ട്. കായിക മന്ത്രിയായിരുന്ന വി അബ്ദുറഹ്മാൻ സ്പോൺസർക്ക് വേണ്ടി വഴിവിട്ട നടപടിക്രമങ്ങൾ നടത്തിയെന്നും ഫിഫയുടെ അനുമതി പോലുമില്ലാതെ വാഗ്ദാനം നൽകിയെന്നും കണ്ടെത്തി. LDF സർക്കാർ നടത്തിയ ഇടപാടുകളിൽ കോടിക്കണക്കിന് രൂപയുടെ സാമ്പത്തിക ക്രമക്കേട് നടന്നതായും റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. കായിക വകുപ്പ് നടത്തിയ അന്വേഷണത്തിൽ കണ്ടെത്തിയ വിവരങ്ങൾ മുഖ്യമന്ത്രിക്ക് സമർപ്പിച്ചതായി കായിക മന്ത്രി OJ ജനീഷ് അറിയിച്ചു. സാമ്പത്തിക കാര്യങ്ങൾ ഉൾപ്പെടെ രഹസ്യ സ്വഭാവമുള്ള റിപ്പോർട്ടാണ് നൽകിയതെന്നും സർക്കാർ ഉചിതമായ തീരുമാനമെടുക്കുമെന്നും OJ ജനീഷ് ഡൽഹിയിൽ പറഞ്ഞു. മഹാരാഷ്ട്രയിൽ നിലനിൽക്കുന്ന ചട്ടങ്ങളും നിയമങ്ങളും ഒരു ഗവൺമെന്റ് ഒരു അന്താരാഷ്ട്ര ഫുട്ബോൾ ക്ലബിന് കേരളത്തിലേക്ക് കൊണ്ടുവരുമ്പോൾ പാലിക്കേണ്ടതായ ചട്ടങ്ങളും നിയമങ്ങളെല്ലാം പാലിക്കപ്പെട്ടിട്ടുണ്ടോ എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പോൾ അത്തരം കാര്യങ്ങളിൽ കായിക വകുപ്പിന് മുകളിൽ ഒരു അന്വേഷണം ആവശ്യമായതുകൊണ്ടാണ് അത് ഗവൺമെന്റിലേക്ക് കൈമാറിയത്. ഗവൺമെന്റ് ഉചിതമായ തീരുമാനമെടുത്തതിന് ശേഷം അത് ഗവൺമെന്റ് അറിയിക്കും. ഇപ്പോൾ അതിന്റെ കണ്ടന്റിലേക്ക് ഞാനിപ്പോൾ കടക്കുന്നു. മെസ്സിയെ കൊണ്ടുവരുന്നതുമായി ബന്ധപ്പെട്ട് നടത്തിയ സാമ്പത്തിക ഇടപാടുകളിൽ വിദേശ നാണ്യവിനിമയ ചട്ടലംഘനം, കള്ളപ്പണം വെളുപ്പിക്കൽ എന്നിവയുമായി ബന്ധപ്പെട്ട് വിജിലൻസ് ED അന്വേഷണത്തിനും റിപ്പോർട്ട് ശുപാർശ ചെയ്തിട്ടുണ്ട്. അർജന്റീന ടീമിനെ ക്ഷണിച്ചുകൊണ്ട് മുൻ കായിക മന്ത്രിയുടെ ഓഫീസ് ഇമെയിൽ അയച്ചിരുന്നെങ്കിലും അതിന് ഔദ്യോഗികമായ മറുപടി ലഭിച്ചതായി രേഖയില്ല. അർജന്റീന ടീം വരാൻ തയ്യാറാണെന്ന് വ്യക്തമാക്കുന്ന ഒരു മറുപടിയും കായിക വകുപ്പിന്റെ പക്കൽ കണ്ടെത്താനായില്ല. കൊച്ചി കലൂരിലെ സ്റ്റേഡിയം സ്പോൺസർക്ക് കൈമാറിയതിലും ക്രമക്കേട് കണ്ടെത്തി. ഇതുമായി ബന്ധപ്പെട്ട് അന്നത്തെ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നേതൃത്വത്തിൽ നടന്ന യോഗങ്ങളിലും ദുരൂഹതയുണ്ടെന്നാണ് റിപ്പോർട്ട് വ്യക്തമാക്കുന്നത്. അമൃത ന്യൂസ്, ന്യൂഡൽഹി. മുട്ടിൽ മരമുറി കേസിൽ അഗസ്റ്റിൻ സഹോദരന്മാർക്ക് വാറണ്ട്. അമ്പലമേട് പോലീസ് എടുത്ത കേസിലാണ് ചോറ്റാനിക്കര മജിസ്ട്രേറ്റ് കോടതി വാറണ്ട് പുറപ്പെടുവിച്ചത്. ആൻഡ്രൂ അഗസ്റ്റിൻ, റോജി അഗസ്റ്റിൻ, ജോസുകുട്ടി അഗസ്റ്റിൻ എന്നിവർക്കെതിരെയാണ് നടപടി. കേസ് റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് പ്രതികൾ നൽകിയ ഹർജി കോടതി തള്ളിയിരുന്നു. മുട്ടിൽ മരമുറി വിൽപ്പന കേസിൽ പ്രതികളായ റോജി എം അഗസ്റ്റിൻ, ആൻഡ്രൂ അഗസ്റ്റിൻ, ജോസ്കുട്ടി അഗസ്റ്റിൻ എന്നിവർക്കെതിരെയാണ് ചോറ്റാനിക്കര മജിസ്ട്രേറ്റ് കോടതി വാറന്റ് പുറപ്പെടുവിച്ചിരിക്കുന്നത്. ഈ മാസം 6-ാം തീയതിയും 10-ാം തീയതിയും മുട്ടിൽ മരമുറിയുമായി ബന്ധപ്പെട്ട കേസ് മജിസ്ട്രേറ്റ് കോടതി പരിഗണിച്ചിരുന്നു. എന്നാൽ 2 തവണയും പ്രതികളായ ആൻഡ്രൂ സഹോദരന്മാർ കോടതിയിൽ ഹാജരായില്ല. പ്രതികൾ തുടർച്ചയായി ഹാജരാകാത്തതിനെ തുടർന്നാണ് കോടതി ഇപ്പോൾ വാറന്റ് പുറപ്പെടുവിച്ചിരിക്കുന്നത്. കേസ് നിലനിൽക്കില്ലെന്നും മരം മുറിച്ചു കടത്താൻ പ്രത്യേക അനുമതി ആവശ്യമില്ലെന്നും ചൂണ്ടിക്കാട്ടി പ്രതികൾ ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു. എന്നാൽ ഈ ആവശ്യം കോടതി തള്ളി. തുടർന്നും മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാകാൻ പ്രതികൾ കൂട്ടാക്കിയില്ല. ഇതോടെയാണ് മജിസ്ട്രേറ്റ് കോടതി വാറന്റ് പുറപ്പെടുവിച്ചത്. വയനാട്ടിലെ മുട്ടിലിൽ നിന്ന് വനം വകുപ്പിന്റെ പാസ് ഉണ്ടെന്ന് പറഞ്ഞ് അനധികൃതമായി മരം മുറിച്ച് എറണാകുളം അമ്പലമേടുള്ള ഒരു ടിമ്പർ കമ്പനിക്ക് വിറ്റുവെന്നാണ് കേസ്. വിശ്വാസവഞ്ചന കാണിച്ച മരം വിൽപ്പന നടത്തിയെന്നും തന്നെ കബളിപ്പിച്ചുവെന്നും കാട്ടി കമ്പനി ഉടമയാണ് പോലീസിൽ പരാതി നൽകിയത്. ഈ മാസം 18-ാം തീയതി കേസ് വീണ്ടും പരിഗണിക്കും. അമൃത ന്യൂസ്, കൊച്ചി. CJP സമരത്തിലെ പോലീസ് നടപടി, അയോധ്യ സംഭാവന ക്രമക്കേട് തുടങ്ങിയ വിഷയങ്ങളിൽ പാർലമെന്റിൽ പ്രതിഷേധം തുടർന്ന് പ്രതിപക്ഷം. അവസരത്തിനൊത്ത വിഷയങ്ങൾ മാറ്റി പ്രതിപക്ഷം സഭ തടസ്സപ്പെടുത്തുകയാണെന്ന് കേന്ദ്രമന്ത്രിമാർ വിമർശിച്ചു. വിദ്യാർത്ഥി സമരത്തിൽ മറുപടി പറയാൻ അമിത്ഷാ തയ്യാറായിട്ടും പാർലമെന്റ് തടസ്സപ്പെടുത്തുന്നത് ശരിയല്ലെന്നും ഭരണപക്ഷം ചൂണ്ടിക്കാട്ടി. പ്രതിപക്ഷ ബഹളത്തെ തുടർന്ന് സംസ്ഥാനത്തിന്റെ പേര് കേരളം എന്നാക്കുന്ന ബില്ല് ചർച്ച കൂടാതെ ലോക്സഭ പാസാക്കി.
PSC റാങ്ക് ലിസ്റ്റ് ക്രമക്കേടിലെ വിവരാവകാശ കമ്മീഷന്റെ ഉത്തരവ് ഹൈക്കോടതി സ്റ്റേ ചെയ്തു. PSC ചെയർമാൻ നൽകിയ ഹർജിയിലാണ് ഹൈക്കോടതിയുടെ സ്റ്റേ. 1 മാസത്തേക്കാണ് സ്റ്റേ ചെയ്തത്. 1ഉം 2ഉം റാങ്കുകാരുടെ വിശദാംശങ്ങൾ 3ആം റാങ്കുകാരന് നൽകാനായിരുന്നു ഉത്തരവ്. സെലക്ഷൻ പ്രോസസ് പൂർത്തിയായിട്ടില്ലെന്നും പൂർത്തിയായ ശേഷം പരീക്ഷാ രേഖകൾ നൽകാമെന്നും അല്ലെങ്കിൽ പരീക്ഷയുടെ രഹസ്യ സ്വഭാവത്തെ ബാധിക്കുമെന്നും PSC കോടതിയിൽ വാദിച്ചു. PSCയുടെ വാദം കേട്ട ശേഷമാണ് ഉത്തരവ് സ്റ്റേ ചെയ്തത്. സെക്രട്ടേറിയറ്റിന് മുന്നിൽ LPST റാങ്ക് ഹോൾഡേഴ്സ് നടത്തിവന്ന സമരം അവസാനിപ്പിച്ചു. വിദ്യാഭ്യാസ മന്ത്രിയുമായി നടത്തിയ ചർച്ചയിലാണ് സമവായമുണ്ടായത്. വിദ്യാർത്ഥി അധ്യാപക അനുപാതം ഉൾപ്പെടെ ഉന്നയിക്കപ്പെട്ട ആവശ്യങ്ങൾ പരിശോധിക്കാൻ 45 ദിവസത്തെ സാവകാശം സർക്കാർ നേടിയിട്ടുണ്ട്. അതേസമയം സമരം അവസാനിപ്പിച്ചെങ്കിലും സമരപന്തലിൽ നിന്ന് പൂർണ്ണമായി പിൻവാങ്ങില്ലെന്ന് ഉദ്യോഗാർത്ഥികൾ അറിയിച്ചു. മിഡിൽ ഈസ്റ്റ് വാർത്തകൾ പൂർണ്ണമാകുന്നു. നമസ്കാരം.